ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് 145% താരിഫ് വർധന പ്രഖ്യാപിച്ചതും അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ചൈന തിരിച്ച് 125% താരിഫ് വർധന ഉണ്ടാക്കിയതും ആഗോളതലത്തിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതികരണം എന്നോണം ചൈനയിൽ നിന്നുള്ള ചില ടിക്ടോക്ക് വീഡിയോകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. യൂറോപ്യൻ ആഡംബര വസ്തുക്കൾ യഥാർത്ഥത്തിൽ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നുവെന്ന് തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള വൈറലായിട്ടുള്ള ടിക്ടോക്ക് വീഡിയോകളാണ് ചൈനയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിരുവിടുന്ന യൂറോപ്യൻ ഷോ ഓഫ് കൾച്ചറൊക്കെയാണ് അത് ഏത് രീതിയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ തകിടം മറിക്കുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ട് ഈ വീഡിയോകളെ നമുക്ക് കാണാവുന്നതാണ് എന്ന് തോന്നുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ വെസ്റ്റേൺ ഷോ ഓഫ് കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ എന്തൊക്കെ രീതിയിലാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ്, എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് പരിശോധിക്കുന്നത്. സോ MSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ചൈനയിൽ പുറത്തിറങ്ങിയതായിട്ടുള്ള ടിക്ടോക്ക് വീഡിയോയെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം വീഡിയോയിലൊക്കെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡംബര യൂറോപ്യൻ ബ്രാൻഡുകളിൽ പലതും യഥാർത്ഥത്തിൽ ചൈനയിൽ നിർമ്മിച്ചിട്ടുള്ളതായിരുന്നു എന്നുള്ളതായിരുന്നു. വിതരണത്തിലായി അവ യൂറോപ്പിലേക്ക് പാക്ക് ചെയ്യുന്നു, തുടർന്ന് ഉയർന്ന വിലയ്ക്ക് അവിടെ വിൽക്കുന്നു. ഒരു ബ്രാൻഡഡ് സ്റ്റോറിലെ വിലയും അത് ഉപഭോക്താവിന്റെ കൈകളിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന വിലയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എത്രയാണെന്നാണ് ഇതിനകത്ത് വ്യക്തമായി കാണിച്ചു തരുന്നത്. ഇറക്കുമതി തിരുവേഗ വർദ്ധിച്ചതോടുകൂടി ലെഗിൻസ് മുതൽ ഹാൻഡ് ബാഗ് വരെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങൾക്കും അവ നിർമ്മിക്കാൻ യഥാർത്ഥത്തിൽ എത്ര രൂപ ചെലവാകുന്നു എന്ന് വിശദീകരിക്കുന്നതിനും ഈ സാമ്പത്തിക ചൂഷണം എക്സ്പോസ് ചെയ്യുന്നതിലുമൊക്കെ ചൈനീസ് നിർമ്മാതാക്കൾ ഒരു തരത്തിൽ വിജയിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. അവരിപ്പോൾ ടിക്ടോക്കിനെ ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വളർന്നു വരുന്ന ഈ ഒരു ടെൻഡൻസിയെ നമ്മൾ അൺഒഫീഷ്യലി ട്രേഡ് വാർ ടിക്ടോക്ക് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇടനിലക്കാരില്ലാതെ ആവശ്യക്കാരിലേക്ക് സാധനങ്ങൾ നേരിട്ട് എത്തിക്കാനുള്ള ആഹ്വാനം കൂടിയാണ് അവർ ഇത്തരം വീഡിയോയിലൂടെ ആൾക്കാർക്ക് നൽകുന്നത് എന്നുകൂടി നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് സാധിക്കും. ബ്രാൻഡഡ് ഉൽപ്പന്നവും വില കുറഞ്ഞ ഉൽപ്പന്നവും തമ്മിലുള്ള വ്യത്യാസം ലേബൽ മാത്രമാണ് എന്നാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്ന ഒട്ടുമിക്ക വീഡിയോകളുടെയും ഉള്ളടക്കം സൂചിപ്പിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കാം. ഏകദേശം $38,000 വിൽക്കാൻ കഴിയുന്ന ബെർക്കിൻ ബാഗ് പോലുള്ള ഇനങ്ങൾ നിർമ്മിക്കാൻ ഏകദേശം $1,000 മാത്രമേ ചെലവാകൂ എന്ന് വീഡിയോയിൽ പറയുന്നു. ലോകപ്രശസ്ത ബ്രാൻഡായിട്ടുള്ള ലുലു ലെമൺസിന്റെ ഫാക്ടറിയിൽ നിർമ്മിച്ച യോഗ പാന്റുകൾ വെറും $6 വിൽക്കാൻ സാധിക്കുമെന്നും, എന്നാൽ അതേസമയം അവയുടെ ചില്ലറ വിൽപ്പന ഏകദേശം $100 ആണെന്നും ഇത്തരം വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ആൾക്കാർ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇതേ സമയം ആഡംബര വസ്തുക്കളുടെ വ്യവസായത്തെക്കുറിച്ചുള്ള പ്രസിദ്ധീകരണമായ ഡാർക്ക് ലക്ഷറി എന്ന പുസ്തകത്തിന്റെ രചയിതാവായിട്ടുള്ള കോൺറാഡ് കിൽറ്റി ഹാപ്പർ ഇതിനോട് പ്രതികരിച്ചത് ഇപ്രകാരമാണ്: ചൈനയിലെ വ്യാജ നിർമ്മാതാക്കളെയും യഥാർത്ഥ നിർമ്മാതാക്കളെയും ഇതിലൂടെ കൂട്ടിക്കുഴയ്ക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ അത് വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ചൈന ഈ കാര്യത്തിൽ മിടുക്കരാണ് എന്ന് പറയുന്നു. ഒപ്പം പാശ്ചാത്യ രാജ്യങ്ങളിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിൽ അവർ തന്ത്രങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നും കൂടി അദ്ദേഹം അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ലൂയിസ് വിറ്റൻ തങ്ങളുടെ ഒരു ഉൽപ്പന്നവും ചൈനയിൽ നിർമ്മിക്കുന്നില്ല. ലുലു ലെമണിന്റെ ഉൽപ്പന്നങ്ങളിൽ ഏകദേശം 3% മാത്രമേ ചൈനയിൽ നിർമ്മിക്കുന്നുള്ളൂന്നും, കൂടാതെ കമ്പനി അതിന്റെ എല്ലാ ഔദ്യോഗിക പങ്കാളികളെയും അവരുടെ വെബ്സൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പട്ടികപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കമ്പോളത്തിൽ പല വസ്തുക്കളുടെയും വില ഉയർന്നു വരുന്നതിനാൽ ആളുകൾ വില കുറഞ്ഞതായിട്ടുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ തിരയുന്നതിലേക്ക് കടക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സങ്കീർണതയായിട്ട് ഈ വലിയ വൻകിട കമ്പനികളൊക്കെ ഇതിനെ കണക്കാക്കുന്നത് ആ ഒരു രീതിയിലാണെന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. വെസ്റ്റേൺ കമ്പനികളും വെസ്റ്റേൺ കൾച്ചറും പാലിച്ചു വരുന്ന ഈ ഒരു ഷോ ഓഫ് സമ്പ്രദായം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെയും ബാധിക്കുന്നത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ചുറ്റിനും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആൾക്കാർ വളരെയധികം കൂടുതലായിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരും ഇതിൽ ഇൻവോൾവ് ആകുന്നുണ്ട് എന്നുകൂടി വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഷോ ഓഫ് കൾച്ചറിന് പല തലങ്ങളുണ്ടെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ നമ്മൾ
ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് ഫേക്ക് ഫ്ലെക്സിംഗ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും മറ്റും ട്രെൻഡിങ് ആകുന്ന ഒരു പ്രവണതയെ പറ്റിയാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ പോകാനോ അല്ലെങ്കിൽ ചില പരിപാടികളൊക്കെ പങ്കെടുക്കാനോ വളരെയധികം താല്പര്യമുണ്ടായിരിക്കും. എന്നാൽ ഇത്രയും വലിയ തുകകൾ മുടക്കി പോകാൻ നിങ്ങളുടെ പക്കൽ പണമില്ല എന്ന് കൂടി കരുതുക. നിങ്ങൾ സ്വപ്നം കാണുന്ന സ്ഥലങ്ങളുടെ വീഡിയോകളും കഥകളും വാങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറിയിൽ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ അത്തരം സ്റ്റോറികളിൽ ടാഗ് ചെയ്യപ്പെടാൻ നിങ്ങൾക്ക് പണം നൽകാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിലവിലുണ്ട്. ഇൻസ്റ്റാഗ്രാം അതേപോലെ ഫേസ്ബുക്ക് പോലെയുള്ള വലിയ വലിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്രകാരം ആളുകൾ തങ്ങളുടെ ഓൺലൈൻ ഐഡന്റിറ്റി മാറ്റുന്ന പ്രവണത ഇപ്പോൾ സജീവമായി കാണുന്നതാണ്. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമ്പന്നരും ആകർഷകരുമൊക്കെ ആയി തോന്നിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ അസാധാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയെ ഒരു പുതിയ ബിസിനസ് മോഡലായി ഉപയോഗിക്കുന്നു എന്ന് കാണാം. ഇതിനെ ഫേക്ക് ഫ്ലെക്സിംഗ് എന്നാണ് പറയുന്നത്. അപ്പോ ഇതിനകത്ത് കൂടുതലും ന്യൂ ജനറേഷൻ ആൾക്കാരാണ് തൽപരരായിരിക്കുന്നത്. അപ്പൊ അവരെയാണ് നമ്മളിത് കേൾക്കുമ്പോൾ കുറ്റപ്പെടുത്താനായിട്ടൊക്കെ ശ്രമിക്കുക. എന്നാൽ ഇതൊരു പുതിയ കാര്യമല്ല എന്ന് കൂടി മനസ്സിലാക്കുക. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഈ ഒരു രീതിയെ കോൺസ്പിക്വസ് കൺസെപ്ഷൻ എന്നാണ് വിളിക്കുന്നത്. ത്രോസ്റ്റെയിൻ വെബിളിന്റെ തിയറി ഓഫ് ദി ലേഷർ ക്ലാസ് എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. വ്യക്തികൾ തങ്ങൾ വാങ്ങുന്ന സാധനങ്ങളിലൂടെ മറ്റുള്ളവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് സമൂഹത്തെ കാണിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് അവരുടെ സാമൂഹിക പദവി സമൂഹത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഇതിനെ സ്റ്റാറ്റസ് സിഗ്നലിംഗ് എന്നൊക്കെയാണ് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിന്റെയൊക്കെ മറ്റൊരു വെർഷനെ പറ്റി കൂടി സംസാരിക്കാം. അതായത് സ്റ്റാറ്റസ് ഗെയിമിംഗ് എന്ന് പറയും. സ്റ്റാറ്റസ് ഗെയിം എന്നത് സമൂഹത്തിൽ നമ്മുടേതായിട്ടുള്ള സ്ഥാനം നേടാനും അത് നിലനിർത്തുന്നതിനും അതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യന്റെ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് സമൂഹത്തിൽ എല്ലാ രീതിയിലും നന്നായി ജീവിക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതുക. അത് കണ്ട് അതിൽ ആകൃഷ്ടരായി നിങ്ങൾ അതുപോലെ ഒരു ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലും വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അതേപടി ആ ജീവിതത്തിൽ അത് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അനുകരണത്തിനെയാണ് സ്റ്റാറ്റസ് ഗെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, വൻകിട കമ്പനികൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൊയ്യാൻ സാധ്യതയുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കാരണം അവരുടെ ലൈഫിലെ ലക്ഷറി കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വലിയ കമ്പനികൾക്ക് മാത്രം നേട്ടം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു എന്നതുകൊണ്ടാണ്. നോ കോസ്റ്റ് EMI, ക്രെഡിറ്റ് കാർഡ് യൂസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സർവ്വസാധാരണമായത് ഈ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് എന്ന് വേണമെങ്കിൽ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാം. ഡിഡറോട്ട് എഫക്റ്റ് എന്നൊരു പ്രതിഭാസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. നിങ്ങൾ പുതിയ വസ്തുക്കൾ സ്വന്തമാക്കുമ്പോൾ പലപ്പോഴും അതിന് മാച്ചിങ് ആയ അല്ലെങ്കിൽ അതിനോടൊപ്പം വാങ്ങേണ്ടതാണ് എന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കുന്ന പുതിയ വസ്തുക്കൾ സ്വന്തമാക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഡിഡറോട്ട് എഫക്റ്റ് എന്ന് സാധാരണയായിട്ട് പറയുന്നത്. അപ്പൊ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഒരു ആപ്പിൾ ഐഫോൺ വാങ്ങുമ്പോൾ ആപ്പിൾ സ്മാർട്ട് വാച്ച് വാങ്ങാൻ നിങ്ങൾക്ക് തോന്നാറില്ലേ? അതേപോലെ ഒരു മാക്ബുക്ക് വാങ്ങാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. ആപ്പിളിന്റെ എയർപോഡ് വാങ്ങാൻ അതിന്റെ കൂടെ തോന്നിയേക്കാം. ഇതിനെയാണ് ഡിഡറോട്ട് എഫക്റ്റ് എന്ന് നമ്മൾ സാധാരണയായിട്ട് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അത് താറുമാറാക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഭാഗത്ത് ലക്ഷൂറിയസ് വിദേശ ബ്രാൻഡുകളും മറുഭാഗത്ത് ചീപ്പ് ചൈനീസ് ബ്രാൻഡുകളും തമ്മിലുള്ള ഒരു മത്സരം. ഇവ രണ്ടിനോടും നമുക്ക് മത്സരിക്കാനാവില്ല. സോ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും എന്നാണ് പറയാനുള്ളത്. ഓൾറെഡി സോഫ്റ്റ്വെയർ അമേരിക്കയിൽ നിന്നും അതേപോലെ ഹാർഡ്വെയർ ചൈനയിൽ നിന്നുമൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ആൾട്ടർനേറ്റീവായി ഒരു ഇന്ത്യൻ ബ്രാൻഡ് നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ കൂടി സാധിക്കില്ല എന്നതാണ് സത്യം. സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, വീട് വെക്കുമ്പോൾ ടൈൽ എടുക്കുന്നവർ ഇറ്റാലിയൻ ടൈൽ തേടി പോകാറുള്ളത് സർവ്വസാധാരണ കാഴ്ചയാണ്. ആരെങ്കിലും ഒരു ഇന്ത്യൻ ടൈൽ കമ്പനി തേടി പോകുന്നത് നമുക്ക് കാണാൻ കൂടി സാധിക്കില്ല. നമ്മുടെ രാജ്യം, നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ 24 മണിക്കൂറും ഘോരം പ്രസംഗിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും വിദേശ നിർമ്മിതമായ ലക്ഷറി ഉൽപ്പന്നങ്ങളായിരിക്കും എന്നതാണ് വാസ്തവം. അത് വാച്ച് ആണെങ്കിലും കാർ ആണെങ്കിലും ഷൂസ് ആണെങ്കിലും എല്ലാം ആ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് പോകുന്നത്. ഈ കാര്യത്തിലാണ് നാം ചൈനയെ കണ്ടുപഠിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. അമേരിക്കൻ പ്രതിരോധം ചൈനയ്ക്ക് എതിരായി വന്നപ്പോൾ അവർ സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒന്നിച്ച ഒരു കഥയാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു ഷോ ഓഫ് എക്സ്പോഷർ വീഡിയോ എന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആ ഒരു ടിക്ടോക്ക് വീഡിയോ പറ്റിയാണ് പറഞ്ഞത്.
അതാണ് അവരുടെ നാഷണാലിസം എന്ന് പറയുന്നത്. അതേസമയം നമ്മളാകട്ടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളെ സുപ്പീരിയർ ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ മാർക്കറ്റായി ഇപ്പോൾ ഇന്ത്യ വളർന്നു വരുന്നത് എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജപ്പാനിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. അവിടെ ജപ്പാൻ പ്രോഡക്റ്റുകൾ തന്നെയാണ് കൂടുതൽ വിറ്റഴിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പുറത്തുനിന്നുള്ള കമ്പനികൾക്ക് ഒക്കെ ജപ്പാനിൽ നിരോധനം ഏർപ്പെടുത്തി എന്ന് ഇതിനർത്ഥമില്ല. മറിച്ച് അവിടുത്തെ ആൾക്കാർ തങ്ങളുടെ രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ അതീവ സന്തുഷ്ടരും അതേപോലെ തന്നെ അതിൽ വളരെയധികം വിശ്വസിക്കുന്ന രീതിയിലുള്ള ആൾക്കാരുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻഡസ്ട്രി അവിടെ വളരെ സ്ട്രോങ് ഫേം ആയിട്ട് അവിടെ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇന്ത്യയിലെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നൊന്ന് പറയട്ടെ. ഇപ്പോൾ ടെസ്ലയുടെ ഒരു കാർ ഇന്ത്യയിൽ എത്തിയിരിക്കുന്ന ഒരു വാർത്ത നമ്മൾ അറിഞ്ഞു. ഒട്ടുമിക്ക സെലിബ്രിറ്റീസും അത് വാങ്ങാൻ ശ്രമിക്കുകയും നിരത്തിലൂടെ അത് ഓടിച്ചുകൊണ്ട് തങ്ങളുടേതാണെന്നത് പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നതായിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ നാഷണാലിസം എന്ന് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആകുന്നത് എന്ന് വളരെ ലളിതമായി പറയാനായിട്ട് ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞു തരാനായിട്ട് സാധിക്കും. TVSഉം BMW പാർട്ട്ണർഷിപ്പിൽ വണ്ടി നിർമ്മിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ ഈ റീസെന്റ് ആയിട്ട് നമ്മൾ കേട്ടതാണ്. എന്നാൽ അവരുടെ പങ്കാളിത്തത്തിൽ നിർമ്മിക്കുന്ന വണ്ടിയുടെ ലോഗോ BMW ലോഗോ ആയിരിക്കും എന്നുകൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് BMW സമൂഹത്തിൽ TVSനേക്കാൾ വാല്യൂ എന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അപ്പോൾ ആളുകൾ വാല്യൂ ഉള്ളതിന്റെ പുറകെ മാത്രമല്ലേ പോകുള്ളൂ. ഇതുപോലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നിർമ്മിക്കാനും അത് പോപ്പുലറൈസ് ചെയ്യാനും നമുക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് എന്ന ലളിതമായൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഉത്തരം വളരെ ലളിതമാണ്. നമ്മുടെ നാട്ടിൽ ഷോ ഓഫ് കൾച്ചറാണ്. എന്താണോ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തു വരുന്നത് അതാണ് ഏറ്റവും നല്ല പ്രോഡക്റ്റ് എന്നൊരു ചിന്താഗതി തലയിൽ കയറിയിരിക്കും. നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. റിയൽ ലൈഫിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് നാം പൈസ കൊടുത്ത് മറ്റുള്ളവരെ പ്രദർശിപ്പിക്കാൻ തയ്യാറാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം എന്തിനാണ് സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നതെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുകയും അതിന്റെ ഗുണഗണങ്ങളൊക്കെ വാതോരാതെ ഇങ്ങനെ വിശദീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് 100% വിശ്വസിച്ച് നിങ്ങളും അതിന്റെ പുറകെ പോകുന്നത് എന്തിനെന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കുക. ബിക്കോസ് അവരെ ഉപയോഗിച്ച് ആ കമ്പനി നടത്തുന്ന ഒരു ബിസിനസ് സ്ട്രാറ്റജി മാത്രമായിട്ടാണ് അതിനെ കാണേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ തവണയും ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക, വൻകിട കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ നിസാര ലാഭത്തിന് വേണ്ടി ചൈന പോലെയുള്ള ചീപ്പ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളെ സമ്പന്നരാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. എന്തുകൊണ്ട് ഇതിന് പകരം ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡിനെ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. ഇതിന്റെ എല്ലാം തുടക്കം നമ്മളിലൂടെ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ആ ഒരു ഷോ ഓഫ് കൾച്ചർ നമ്മെ തീർച്ചയായും ഭാവിയിൽ വിഴുങ്ങുക തന്നെ ചെയ്യും. പൈസ കൊടുത്താൽ എന്തും ക്ഷണനേരത്ത് തന്നെ നമ്മുടെ വീടുകളിൽ എത്തുന്ന ഒരു സിറ്റുവേഷനുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. ഉൽപ്പന്നങ്ങൾ എപ്പോഴും ഉൽപ്പന്നങ്ങൾ മാത്രമായിരിക്കും. ഒരു ദിവസത്തേക്ക് മാത്രം അത് നിങ്ങൾക്ക് ഒരു പുതിയ വസ്തുവായി അനുഭവപ്പെടും. അത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വെറും വസ്തുക്കൾ മാത്രമായിരിക്കും എന്നൊരു വാസ്തവികത മനസ്സിലാക്കുക. അതിനായി നിങ്ങൾ ചെലവാക്കിയത് നിങ്ങളുടെ ബാധ്യതയായി തുടരുകയും ചെയ്യും എന്നൊരു സത്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പോൾ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.